പുതിയ ഐഫോൺ സീരീസ് ലോഞ്ച് ആയിട്ടുണ്ട്. ഇത് 16 Pro Max ആണ്. ഇതും 17 Pro Max തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കാം. 16 Pro Maxൽ മെയിൻ ക്യാമറയും അൾട്രാ വൈഡും 14 മെഗാ പിക്സലും ടെലിഫോട്ടോ 12 മെഗാ പിക്സലും ആയിരുന്നു. പക്ഷേ 17 Pro Maxൽ എല്ലാ റിയർ ക്യാമറയും 14 മെഗാ പിക്സലാണ് ആൻഡ് ടെലിഫോട്ടോ ലെൻസ് നമുക്ക് 8x വരെ സൂം ചെയ്യാം. സെൽഫി ക്യാമറ 12 മെഗാ പിക്സൽ ആയിരുന്നു. 17 Pro Maxന്റെ 18 മെഗാ പിക്സലാണ്. സ്ക്വയർ ഷേപ്പ് സെൻസർ ആയതുകൊണ്ട് ആൾ കൂടുതലുള്ള സമയത്ത് ഫോൺ റൊട്ടേറ്റ് ചെയ്തിട്ട് സെൽഫി എടുക്കേണ്ട, ഇതുപോലെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ സെൽഫീസ് എടുക്കാം. 16 Pro Maxൽ ടൈറ്റാനിയം ബോഡി ആയിരുന്നു. പക്ഷേ ഐഫോൺ 17 Pro Maxൽ അലൂമിനിയം ബോഡി ആക്കിയിട്ടുണ്ട് ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. 2000 നിറ്റ്സ് വരെയായിരുന്നു പീക്ക് ബ്രൈറ്റ്നസ്. 17 Pro Maxൽ 3000 നിറ്റ്സ് വരെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളത്. ബേസ് വേരിയന്റ് 8GB 256ഉം ടോപ്പ് വേരിയന്റ് 1TB ആയിരുന്നു. പക്ഷേ 17 Pro Maxൽ ബേസ് വേരിയന്റ് 12GB 256ഉം ടോപ്പ് വേരിയന്റ് 2TBയുമാണ്. 50% ചാർജ് ആകാൻ വേണ്ടിയിട്ട് 35 മിനിറ്റ്സ് എടുക്കുമായിരുന്നു. പക്ഷേ 17 Pro Maxൽ 50% ചാർജ് ആകാൻ വേണ്ടിയിട്ട് വെറും 20 മിനിറ്റ്സ് മതി. ഇതിൽ 33 ഹവേഴ്സ് വരെയായിരുന്നു വീഡിയോ പ്ലേ ബാക്ക് ടൈം. പക്ഷേ 17 Pro Maxൽ അത് 37 ഹവേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള A19 ബാണിച്ച് ഇപ്പോൾ ബ്ലൂടൂത്ത് വേർഷൻ 5.3 6ലേക്ക് ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേന്റെ മുകളിൽ ഒരു ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. സെപ്റ്റംബർ 19 ഫോൺ എത്തുക. പെട്ടെന്ന് മേടിക്കാൻ ആഗ്രഹമുള്ളവർ മൈജിലേക്ക് വിട്ടോ. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മൈജിന്ന് മേടിക്കുന്ന സമയത്ത് അപ് ടു 6000 റുപ്പീസ് വരെയുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഫോൺ അപ്ഗ്രേഡ് ചെയ്യാനുള്ളവരാണെങ്കിൽ ബെസ്റ്റ് പ്രൈസിന് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ മൈജിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലോയാലിറ്റി പോയിന്റ്സ് കൂടി ലഭിക്കും. ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ആയിട്ട് കിട്ടും. ഞാനൊരു ഐഫോൺ യൂസർ ആണെന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രണ്ടിന് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് പറ്റിയൊരു പുതിയ ഡിസൈനാണ് 17 Pro സീരീസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് പഞ്ചായിട്ട് ഒരു കോസ്മിക് ഓറഞ്ച് കളർ കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ പിടിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും പുതിയ ഐഫോൺ ആണെന്ന്.